ലുക്ക് ബെറ്റർ. അതായത് ഒരു ഡ്രൈവറുടെ വിഷൻ എങ്ങനെയായിരിക്കണം അയാളുടെ കാഴ്ചപ്പാടെന്നുള്ളതാണ്. അതായത് നമുക്കറിയാം വാഹനം ഓടിക്കുമ്പോഴത്തേക്കും പലരും വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ചിലയിടത്തോട്ട് തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. ശരിക്ക് ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റർ ആദ്യം വലത്ത് വശത്തെ മിറർ, ഇടത്ത് വശത്തെ മിറർ നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ ഡിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപകടം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ആക്സിഡൻറ്റുകൾ വരുന്നത്. ചിലപ്പോൾ ഇടത്ത് വശത്ത് വരാം, വലത്ത് വശത്ത് വരാം, നേരെ വരാം. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇടതുവശം നോക്കണം, സ്ട്രൈറ്റ് കണ്ടുകൊണ്ടിരിക്കണം, വലതുവശം കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ എപ്പോഴും ഡ്രൈവർ ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് എപ്പോഴും ടേൺ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഒരേ പൊസിഷനിലിരിക്കുമ്പോഴാണ് നമ്മുടെ പെഡലിൽ അതുപോലത്തെ കഴുത്തിന് കുഴപ്പങ്ങളുണ്ടാവുക, അതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാവുന്നത്. അപ്പോൾ അതിനൊഴിവാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്പീഡ് കൂടും തോറും നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ദൃഷ്ടി ഒരു പോയിൻറ്റിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ടണൽ വിഷൻ എന്ന് പറയുക. അതായത് ഒരു കുഴലിൽ കൂടെ നമ്മൾ നോക്കുന്നത്. ഒരു കുഴലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സൈഡിലുള്ള വിഷനുകളെ നമുക്ക് കാണാൻ പറ്റില്ല. നേരെ നമ്മുടെ ശ്രദ്ധ ഏറ്റവും ദൂരെയുള്ള ഒരു പോയിൻറ്റിലേക്ക് പോകും. ഇതിനെയാണ് നമ്മൾ ടണൽ വിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പോകുമ്പോഴായിരിക്കും പോക്കറ്റ് റോഡിൽ കൂടെ പോകുന്ന ഒരു വാഹനം വരുന്നത് നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ ഒരു കുട്ടി ക്രോസ് ചെയ്യുന്നു. ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടണൽ വിഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വിഷനെ കറക്റ്റ് ചെയ്യുക. പലപ്പോഴും ഡ്രൈവർമാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ KSRTCയിലായിരിക്കുമ്പോൾ പിറവത്തൊരു ആക്സിഡൻറ്റ് കേസ്, അയാൾ എപ്പോഴും വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ കാര്യം എന്ന് നോക്കാൻ വേണ്ടി പോയി ഞാൻ ലോക്ക് ഷീറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് അറിയണേ ഇയാളുടെ ആക്സിഡൻറ്റുകളാണ് എപ്പോഴും വൈകിട്ട് 6:30-ക്കും 7:15-നും ഇടയ്ക്ക്. അയാളെ വിളിച്ച് ചോദിച്ചു, ഈ സമയത്ത് വന്നു. ഞാൻ വിളിച്ചു, ഞാൻ പറഞ്ഞു ഒരു നമ്പർ എഴുതി കാണിച്ച് ഇത്രേ വായിക്കാമോ പിടിക്കാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഈ സമയത്തായി കിട്ടണില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത്? അവിടെ ഈ രാത്രിയും പകലും തമ്മിൽ മാറുന്നൊരവസ്ഥയാണ് നമ്മുടെ പഴയ ആൾക്കാരുടെ ഇതിലൊക്കെ പറഞ്ഞാൽ അന്തിക്കുരുടെന്ന് പറയൂലേ, ആ കാലാവസ്ഥ മാറുന്ന സമയത്ത് ഇയാളുടെ വിഷൻ അതിലേക്ക് നമ്മുടെ കണ്ണ് കറക്റ്റ് വരാനെടുക്കുന്ന സമയത്താണ് ഈ ആക്സിഡൻറ്റുകൾ ഉണ്ടാവണേ. അതായത് 4 ആക്സിഡൻറ്റുകൾ ഈ പറഞ്ഞ 45 മിനിറ്റ് ഗ്യാപ്പിനിടയ്ക്കാണ് ഇയാൾ ഉണ്ടാക്കുന്നത്. ഓരോ ദിവസങ്ങളിലും പല ദിവസങ്ങളിലായിട്ട് വ്യത്യസ്ത സംഭവങ്ങൾ. ഒരു ദിവസം ബസ് കൊണ്ട് മാവിൻ്റെ കമ്പേ കയറ്റിയെങ്കിൽ പിറ്റേ ദിവസം എതിരെ വരുന്ന കാറിലിരിക്കുന്നു. പിറ്റേ ദിവസം സൈഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളിൽ തള്ളി വെച്ചേക്കുന്ന സാധനം അത് കാണുന്നില്ല. അപ്പോൾ ഇവിടെയാണ് സംഭവിക്കുന്നത് എന്താണ്? ഇയാളുടെ വിഷൻ കറക്റ്റില്ലാണ്ട് വരിക, കാഴ്ചശക്തി. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 45 വയസ്സ് 40-45 വയസ്സാകുമ്പോൾ തന്നെ, അതായത് ശരിക്കും പറഞ്ഞത് ഇൻ്റർവ്യൂമായിട്ട് 6 മാസം അവരവരുടെ കാഴ്ച നമ്മൾ പരിശോധിക്കണം എന്നാണ് നമ്മൾ പറയുക. അതോടൊപ്പം തന്നെ നൈറ്റ് വിഷൻ, രാത്രി കാലങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാകുക. അതോടൊപ്പം തന്നെ എതിരെ വരുന്ന വാഹനങ്ങൾ ചിലപ്പോൾ എൻ്റെ മിടുക്കാണ്, എനിക്ക് ഏറ്റവും വലിയ ലൈറ്റാണെന്ന് നോക്കിയിട്ടായിരിക്കും അവൻ ബ്രൈറ്റ് ഇട്ടുകൊണ്ട് വരിക. ആ സമയത്ത് ഇവിടുന്ന് പോകുന്നൊരു വാഹനത്തിൻ്റെ അവസ്ഥ തന്നെയായിരിക്കും, അവൻ കണ്ണുപൊട്ടൻ്റെ അവസ്ഥയായിരിക്കും. ഇത് കുഴപ്പമുണ്ടാക്കുന്ന ആരെയാണ്? എതിരെ വരുന്ന ബ്രൈറ്റിൽ വരുന്ന വാഹനത്തിൽ തന്നെ കൊണ്ടിരിക്കും. അപ്പോൾ അവനവൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊരവസ്ഥയാണ്. നല്ല വെളിച്ചമുള്ള വാഹനം ബ്രൈറ്റ് ഇട്ട് കയറി വന്നു കഴിഞ്ഞാൽ അവനിട്ട് തന്നെ ഇടികിട്ടാവുന്ന ഒരവസ്ഥയിലേക്കാണ് വരിക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ഓടിക്കുന്നവർ റോഡിൽ നമ്മളെപ്പോലെ തന്നെയാണ്, അല്ലാണ്ട് നമ്മളായിട്ട് പ്രത്യേക വൈരാഗ്യമൊന്നുമില്ല. വൈരാഗ്യക്കാരനാണ് ഇടിച്ച് നമുക്ക് ആക്സിഡൻ്റ് ആക്കാം എന്ന് വിചാരിക്കാം. പക്ഷേ ഇതല്ല, നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനായിരിക്കാം എതിരെയും വരുന്നത്. അപ്പോൾ രാത്രികാലങ്ങളിൽ മറ്റുള്ളവരെ കൂടെ നമ്മൾ ശ്രദ്ധിച്ച് മാത്രം വാഹനത്തെ ഓടിക്കുക. അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിലെ വളവുകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് വേണം? നിർബന്ധമായിട്ടും ഡിമ്മും ബ്രൈറ്റും അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എതിരൊരു വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഒരു ഡ്രൈവർക്ക് കിട്ടാൻ പറ്റാവുന്ന മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണിത്. അതോടൊപ്പം തന്നെ നമ്മുടെ മഴയുള്ള സമയങ്ങളിൽ നൈറ്റ് ഡ്രൈവിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം? നമ്മളെ വിൻസ്ക്രീനുകൾ ക്ലീനാക്കി വയ്ക്കുക. അതോടൊപ്പം തന്നെ എന്തുവേണം? നമ്മുടെ മിററുകൾ, ബ്ലൈൻഡ് സ്പോട്ടുകളെ ഔട്ട് ചെയ്യാനുള്ള മിററുകളെ ക്ലിയറാക്കി വയ്ക്കുക. അപ്പോൾ സാധാരണയായിട്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന പൊടിക്കൈ എന്ന് പറഞ്ഞ ഇതാണ്. ഒരു രൂപയുടെ ഷാമ്പൂ നമുക്ക് നിസ്സാരമായിട്ട് കിട്ടുന്നത്. ആ ഒരു ഷാമ്പൂ എപ്പോഴും വണ്ടിയിലുണ്ടാവും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഷാമ്പൂ ഒന്ന് വെള്ളത്തിൽ പതിപ്പിച്ചിട്ട് ആ ഗ്ലാസിൻ്റെ അകത്തും പുറത്തും കൂടെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്ത് ഫോഗ് ചെയ്യുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കാറുകൾ നമുക്ക് അറിയാൻ പറ്റും. കാറുകളിൽ AC ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരാളാണ്, സാർ രാത്രി ഓടിക്കാൻ രക്ഷയില്ല, പകൽ ഓടിക്കാണ്ട് കുഴപ്പമില്ല, എന്നെ പറ്റി മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അകത്ത് ഫോഗ് ചെയ്യുക, എന്ത് ചെയ്യണം എന്ന് ഇയാൾക്ക് അറിഞ്ഞുകൂടാ. പുള്ളി AC ഇട്ട് നോക്കി, എയർ കൂട്ടിയിട്ട് നോക്കി, എന്നിട്ടൊന്നും രക്ഷയില്ല. അപ്പോൾ എന്ത് ചെയ്യണേ? അതിൻ്റെ അകത്ത് ആ സ്ക്രീനിൽ അടിക്കാൻ പാകത്തിന് നമുക്കതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തെ ടെമ്പറേച്ചറും അകത്തെ ടെമ്പറേച്ചറും കൂടെ കറക്റ്റായി കഴിഞ്ഞാൽ ഈ അകത്ത് ഫോഗിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ എന്ത് വേണം? ഞാൻ പറഞ്ഞ കണക്കൊരു നല്ല വൃത്തിയായിട്ടുള്ള തുണിയിൽ ഇച്ചിരി ഷാമ്പോ അല്ലെങ്കിൽ
നമ്മുടെ ഡിറ്റർജൻറ്റ് എന്തെങ്കിലും പിടിച്ചിട്ട് അകത്ത് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷൻ കറക്റ്റായിരിക്കും. പലപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ്, പുതിയതായിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു വിഷയമാണത്. വൈപ്പർ ഇട്ട് കഴിഞ്ഞാലും വണ്ടിയുടെ അകത്ത് ഫോഗായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ കാര്യം ഇതാണ്, അകത്തെയും പുറത്തെയും ടെമ്പറേച്ചറുകൾ വ്യത്യാസപ്പെടുമ്പോഴാണ് നമുക്ക് നൈറ്റ് വിഷൻ നഷ്ടപ്പെടുക. പകൽ എങ്ങനെയെങ്കിലും വണ്ടിയെ കൊണ്ടുപോകാം, രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റില്ല. നമ്മളും അതോടൊപ്പം തന്നെ സൈഡിലൂടെ പോകുന്നവർക്കും ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പറയുന്നത്, പലപ്പോഴും കാൽനട യാത്രക്കാർക്ക് ഇതിലെ കൂടെ പോകണമെന്നൊരു രൂപമില്ലാത്ത അവസ്ഥയിലേപ്പാണ്. ഞാൻ പറഞ്ഞത്, നമ്മളെ ഡ്രൈവേഴ്സെങ്കിലും നമ്മൾ 10 പേരോട് പറഞ്ഞാൽ മതി. ഇപ്പോൾ വെളുപ്പിനെ നടക്കാൻ പോകുന്നവരുണ്ട്, 4 മണിക്കും 3 മണിക്കൊക്കെ എണീറ്റ് നടക്കാൻ പോകും. കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ട് കറുത്ത തൊപ്പിയും കൂടെ വെച്ചുകൊണ്ട് പോകും. അവൻ പോകണ ഇതിലെ കൂടിയാണ്, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകും. നമ്മുടെ ഡ്രൈവർ ഒരു 60-65 വയസ്സുള്ള പ്രായമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ട് ലൈറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിൽ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് അയാൾ നടന്നു പോകണേ അല്ലേ. അയാളുടെ പുറത്തുകൂടെ വണ്ടി കയറി ഇറങ്ങി ഇങ്ങോട്ട് പോകും. കാര്യം എന്താണ്, വണ്ടി ഇടിക്കാൻ വരുന്നുവെന്ന് പോലും ഇയാൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ പ്രത്യേകം പറയുന്നതാണ്, കാൽനട യാത്രക്കാർ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നവർ, ഓടാൻ പോകുന്നവരൊക്കെ റോഡിൻ്റെ വലത്തുവശം ഉപയോഗിക്കുക എപ്പോഴും. എന്താണ് റോഡിൻ്റെ വലത്തുവശമുള്ള പ്രത്യേകത? ഒരു വാഹനം നിങ്ങൾ ഇടിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ പണിയുന്നുണ്ടെങ്കിൽ ഒരു ആല വെട്ടിക്കാനാണ് ഒരാൾ ബൈക്ക് വന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ പൊക്കാനെങ്കിലും പറ്റും. നേരെ എന്ന് വെച്ചാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ പണി പുറകെ ഒരാൾ മാല പൊട്ടിക്കാൻ വന്നു പൊട്ടിച്ചുകൊണ്ട് അവനവൻ്റെ കാര്യത്തിന് പോയി കഴിയുമ്പോഴേ നമ്മളിത് അറിയൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ട്രാഫിക് റൂൾസിൽ തന്നെ പറയുന്നത്, നമ്മുടെ ട്രാഫിക് അവയർനെസ് കുറവായത് കൊണ്ടാണ് നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വെളുപ്പിനേക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മുടെ അയൽവക്കത്തുകാരെ തന്നെ, അയൽവക്കത്തുള്ള പരിചയമുള്ള ആൾക്കാർ പോകുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഇതിൽ കൂടെ പോകില്ല അപ്പുറോട്ട് പോകും. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും, എതിരെ വരുന്ന വാഹനം കാണില്ലെന്നുണ്ടെങ്കിൽ പുറകെ വരുന്ന വാഹനങ്ങൾ നിങ്ങൾ തട്ടിമറിച്ചിടും. ഏറ്റവും ഉദാഹരണം, എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന A to Z പ്രദീപ് ആശാൻ. പ്രദീപ് സാർ ഇതുപോലെ വെളുപ്പിനെ നടക്കാൻ പോയതാണ്. വെളുപ്പിനെ 5 മണിക്ക് നടക്കാൻ പോയി. പുള്ളി തന്നെ പഠിപ്പിച്ച പുള്ളിയുടെ ശിഷ്യൻ ഓട്ടോറിക്ഷയായിട്ട് വന്നിട്ട് ഈ ഓട്ടോറിക്ഷ പുള്ളിയുടെ പുറത്തോട്ട് ഇടിച്ചിട്ട് പുള്ളി മരിക്കുകയുണ്ടായത്. അപ്പോൾ പുള്ളിയുടെ മക്കളാണ് നടത്തുന്നത്. ആ ശവടക്കിന് ഞാൻ പോയിരുന്നു, അപ്പോൾ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ആശാനിത് പറ്റിയെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്കുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ പരമാവധി നമ്മൾ ഷെയർ ചെയ്യുക. ഒരിക്കലും കാൽനട പകലാണെങ്കിലും രാത്രിയാണെങ്കിലും റോഡിൻ്റെ അടുത്ത വശത്ത് പോകരുത്, ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് റോഡിൻ്റെ വലത്തുവശത്ത് പോയി കഴിഞ്ഞാൽ എതിരെ വരുന്ന വാഹനങ്ങൾ നമുക്കറിയാം, കള്ളുപിടിച്ച് വരുന്നവനാണോ, അതായത് വാഹനത്തിന് കൺട്രോൾ പോയിട്ട് വരുന്നതാണോ, ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഒഴിഞ്ഞ് മാറാനുള്ള സൗകര്യം കിട്ടും. അതുകൊണ്ടാണ് കാൽനട യാത്രക്കാർ എപ്പോഴും റോഡിൻ്റെ വലത്തുവശത്തൂടെ സഞ്ചരിക്കാൻ പറയുന്നത്. പ്രത്യേകിച്ച് വെളുപ്പിനെ പോകുന്നവർ. വെളുപ്പിനെ നടക്കാൻ പോകുന്നതിനാണ്, അറ്റാക്ക് ഉണ്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഷുഗർ കുറയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പോകുന്നവരായിരിക്കാം. അത് 1 സെക്കൻഡ് കൊണ്ട് 10 വർഷം ജീവിക്കാൻ വേണ്ടി നടന്നു പോകണമെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് ജീവിതം പൊലിഞ്ഞു പോകുന്നൊരവസ്ഥ പലപ്പോഴും നമുക്കിപ്പോൾ റോഡിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുറകെ വരുന്ന ഡ്രൈവർക്ക് ഒരുപക്ഷെ നിങ്ങളെ കാണാൻ പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് വെളുപ്പിനെ പോകുന്നവർ കറുത്ത ഡ്രസ്സുകൾ ഉപയോഗിക്കാണ്ടിരിക്കുക. ഒക്കെമെങ്കിലും ഞാൻ പറഞ്ഞത് റിഫ്ലക്റ്ററോടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും, മുമ്പിലും പുറകിലുമായിട്ട്. ഇപ്പോൾ പുതിയ അതുപോലത്തെ ടീഷർട്ടുകൾ അതുപോലത്തെ കാര്യങ്ങളുണ്ട്. ചിലർ തൊപ്പി ഹെൽമെറ്റ് വെച്ച് പോകുന്നവരുണ്ട്. ഹെൽമെറ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ടർ ഇപ്പം നിർബന്ധമായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഡ്രസ്സുകളുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കാൻ തന്നെ നമുക്ക് 1 വർഷം അല്ലെങ്കിൽ 5 വർഷം കൂടെ കൂടുതൽ കിട്ടിയെന്നിരിക്കും. അതിനെക്കുറിച്ച് നാണക്കേടൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് കാഴ്ചയെക്കുറിച്ച് പറയാനുള്ളത്. Thank you.